ഹലോ ഹലോ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ റെസിപ്പി ഇപ്പം തന്നെ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല പൗഡർ സെറ്റ് ചെയ്തെടുക്കാവേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ച് നമുക്ക് തണുക്കാൻ വെക്കാവേ. അതുപോലെ തന്നെ ബീഫ് എടുക്കുക, അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് സവോള, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ സെറ്റ് ചെയ്തിട്ടുള്ള മസാല പൗഡർ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. കൂടെ തന്നെ ചക്ക, കുറച്ച് ഉപ്പ്, വെള്ളം എല്ലാം അതിൻ്റെ പാകത്തിന് ഇട്ടിട്ട് അതും വേവിക്കാൻ വെക്കാം കേട്ടോ. ഇത് രണ്ടും കൂടെ ഒന്ന് വെന്ത് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് വലിയൊരു പാത്രം എടുത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടി സെറ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിന് പച്ചക്കുത്ത് മാറുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ചക്കുത്തും കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം, ബാലൻസ് വന്ന മസാല പൗഡർ ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതെല്ലാം സെറ്റായി അതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റ് വെച്ചിട്ടുള്ള ബീഫും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കയറിയതിന് ശേഷം മാത്രമേ നമ്മളത് മിക്സ് ചെയ്യാവുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഐറ്റം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇടുക്കിക്കാർ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, എല്ലും കപ്പയും. പക്ഷെ കപ്പയ്ക്ക് വരാൻ ചക്ക ഇട്ടിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ.